ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം T20 മത്സരം ഇന്ന് വൈകിട്ട് 7 മണിക്കാണ് നടക്കാനായിരിക്കുന്നത്. ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ സൂര്യകുമാർ യാദവിന്റെ കീഴിൽ പരമ്പരയിലെ രണ്ടാം വിജയം തേടി ടീം ഇന്ത്യ ഇന്നിറങ്ങുമ്പോൾ ടീമിന്റെ പ്ലേയിങ് കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട നിർണായക അപ്ഡേറ്റുകളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ രണ്ടാം T20യിൽ ടീം ഇന്ത്യയുടെ പ്ലേയിങ് കോമ്പിനേഷൻ ഉൾപ്പെടെയാണ് നമ്മൾ പരിഗണിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപേ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. രണ്ടാം T20 മത്സരത്തിന് മുൻപേ അത്ര ശുഭകരമല്ലാത്ത ഒരു വാർത്തയാണ് ആദ്യം എത്തിയിരിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയിലെ രണ്ടാം മത്സരത്തിനായി ഇറങ്ങുന്ന ഇന്ത്യക്ക് തിരിച്ചടിയായി യുവ ഓപ്പണർ ബാറ്റ്സ്മാനായ അഭിഷേക് ശർമ്മയ്ക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളൊരു അപ്ഡേറ്റാണ് ഇന്നലെ വന്നിരിക്കുന്നത്. ചെന്നൈയിൽ പരിശീലനത്തിനിടെ കണങ്കാൽ തിരിഞ്ഞ് പരിക്കേറ്റ അഭിഷേക് ശർമ്മ രണ്ടാം T20യിൽ ഓപ്പണറായി ഇറങ്ങാനുള്ള സാധ്യതകളില്ലെന്നാണ് പുറത്തുവന്നിരിക്കുന്ന പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത്. കൊൽക്കത്തയിൽ നടന്ന ആദ്യ മത്സരത്തിൽ 34 പന്തിൽ 79 റൺസ് അടിച്ച അഭിഷേക് ശർമ്മയായിരുന്നു ഇന്ത്യയുടെ ടോപ്പ് സ്കോററായി മാറിയത്. കണങ്കാലിന് പരിക്കേറ്റിരുന്ന അഭിഷേക് ശർമ്മ ഇന്നലെ പരിശീലനത്തിന് ഇറങ്ങിയിരുന്നുമില്ല. വേദന മൂലം നടക്കാൻ പോലും ബുദ്ധിമുട്ടിയ അഭിഷേക് ശർമ്മ സപ്പോർട്ട് സ്റ്റാഫിന്റെ സഹായത്തോടു കൂടിയാണ് ഗ്രൗണ്ട് വിട്ടത് എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അഭിഷേക് കളിച്ചില്ലെങ്കിൽ മലയാളി താരം സഞ്ജു സാംസണൊപ്പം ആരാകും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക എന്നറിയാനുള്ള ആകാംക്ഷയിൽ തന്നെയാണ് ക്രിക്കറ്റ് ആരാധകർ. 15-അംഗ ടീമിൽ ബാറ്റർമാരായി പിന്നെ അവശേഷിക്കുന്നത് ധ്രുവ് ജുറലും വാഷിംഗ്ടൺ സുന്ദറുമാണ്. അഭിഷേക് ശർമ്മ ഇടംകൈയനായിരുന്നതിനാൽ തന്നെ സഞ്ജുവിനൊപ്പം വാഷിംഗ്ടൺ സുന്ദറെ ടീം ഇന്ത്യ ഓപ്പണറാക്കി ഒരു സർപ്രൈസ് നീക്കം നടത്താനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വാഷിംഗ്ടൺ സുന്ദറിന്റെ ഹോം ഗ്രൗണ്ടായ ചെന്നൈ ചെപ്പോക്കിലാണ് മത്സരം എന്നുള്ളതും യുവതാരത്തിനുള്ള സാധ്യത ഇവിടെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ധ്രുവ് ജുറലിനെ പരിഗണിക്കുകയാണെങ്കിൽ മധ്യനിരയിലും ഫിനിഷർ റോളിലുമാണ് അദ്ദേഹം ഇതുവരെയും ബാറ്റ് ചെയ്തിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ജുറലിനെയോ സുന്ദറിനെയോ ഓപ്പണറാക്കി ഇറക്കിയുള്ള സർപ്രൈസ് നീക്കമായിരിക്കും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പദ്ധതിയിടുന്നത്. ഇനി ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് പോയില്ലെങ്കിൽ സൂര്യകുമാർ യാദവോ തിലക് വർമ്മയോ ഓപ്പണറായി സഞ്ജുവിനൊപ്പം ഇറങ്ങാനുള്ള സാധ്യതകളും പറയുന്നുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് മുഹമ്മദ് ഷമിയുമായി ബന്ധപ്പെട്ടാണ്. കൊൽക്കത്തയിൽ കളിക്കാതിരുന്ന മുഹമ്മദ് ഷമി ചെന്നൈയിൽ പന്തെറിയാൻ ഇറങ്ങുമോ എന്ന് തന്നെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ഷമി പൂർണ്ണമായും ഫിറ്റാണെന്നും ടീം കോമ്പിനേഷൻ കാരണമാണ് കൊൽക്കത്തയിൽ കളിക്കാതിരുന്നത് എന്നുമാണ് അദ്ദേഹത്തിന്റെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ വന്നിരുന്നത്. അതേസമയം ഷമി ഇന്ന് പ്ലേയിങ് 11ന്റെ ഭാഗമായിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് അവസാനം എത്തുന്നത്. രവി ബിഷ്ണോയ്ക്ക് പകരം ഇന്ന് അർഷ്ദീപ് സിംഗിനൊപ്പം പേസ് ആക്രമണങ്ങൾക്ക് ഷമിയും ഉണ്ടാകും. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.